കേരളത്തെ മനോഹരമാക്കുന്നതും പ്രശസ്തമാക്കുന്നതും ഇതേപോലുള്ള കലാരൂപങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ പത്തനംതിട്ടക്കാർക്കും ഇപ്പം തന്നെ സ്പോട്ട് പിടികിട്ടിക്കാണ് അല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള യാത്രയാണ്. ഒരുപാട് വട്ടം ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ എടുക്കാനൊരു കാരണമുണ്ട്. മഹാലക്ഷ്മി പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തട്ടി മാറ്റലെന്നൊരു പഴഞ്ചൊല്ലൊക്കെ ഇല്ലേ? പഴഞ്ചൊല്ലാണോ അതോ ഒരു വായ്മൊഴിയാണോ? അങ്ങനെ സംഭവം ഇല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ തലേന്ന് ഓർഡർ കിട്ടി പിറ്റേന്ന് കൊടുക്കുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തിരിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരെ പ്രിൻ്റ് എടുക്കാൻ പോയി പ്രിൻ്റ് ഷോപ്പിൽ നിന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ ഇതാണ്ട് ഇവിടെ നമ്മുടെ എവിടെയാണെന്ന് മനസ്സിലായോ? സ്പോട്ട് ടൗൺ സ്ക്വയറിലേക്ക് വന്നിട്ടാണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രിൻ്റ് മാത്രമല്ല വേറെയും കുറച്ച് പ്രിൻ്റൊക്കെ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 8x12 ഫ്രെയിമായിരുന്നു നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ സീലിംഗ് ഫോയിൽ കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനും അത് പാക്ക് ചെയ്യാനും ഒക്കെ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു ബാഗിൽ വെച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അധികം ആളില്ല. കാരണം എന്താണെന്നറിയോ? 12 മണിയാണ് ടൈം. അതുകൊണ്ട് തന്നെ ആരുമില്ല. നല്ല നട്ടുച്ച വെയിലത്താണ് ഈ ഒരു പണി എടുക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് തണലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാവോ? പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ അടുത്ത ഇടയ്ക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. നിയർലി ഒരു 6 months ഒക്കെ ആയി കാണും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. ആൻഡ് എന്താ പറയുക, നല്ല ഒരു വൈബ് കിട്ടുന്ന പ്ലേസാണ് ഫോട്ടോഷൂട്ട്സിനായാലും അല്ലെങ്കിൽ എന്താണ് പറയുക, ജസ്റ്റ് കുറേ നേരം റിലാക്സ് ചെയ്തിരിക്കാനായാലും നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിലില്ലാത്ത സമയം നോക്കി വരിക. കാരണം വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അവിടെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എന്താണ് പറയുക, ഈ ഒരു ഫ്രെയിമിൻ്റെ പരിപാടിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പേര് പോകുന്നതും പിറക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കുകയാണ് ഈ കുട്ടിക്ക് എന്താ വട്ടാണോ എന്നൊക്കെ. അപ്പോൾ എന്താണ് പറയുക, എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും വർക്ക്സൊക്കെ വരുമ്പോഴത്തേക്ക് തലേന്നാണെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യാറില്ല. ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന കേസുണ്ട്. ഇപ്പോൾ നമുക്ക് കൊറിയർ അയക്കണം, ഇന്ന് രാത്രി വന്ന് തന്നിട്ട് പിറ്റേന്ന് കൊറിയർ അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ റെസിൻ ഒട്ടും എന്താ പറയുക ഓർഡേഴ്സ് എടുക്കാറില്ല. പകരം ഇവരോട് കൺവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസിലേക്ക് മാറ്റാറാണ് പതിവ്. നിങ്ങളും ഇതേപോലുള്ള എമർജൻസീസ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ ചെയ്യാറുണ്ടോ? ആൻഡ് ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ടൗൺ സ്ക്വയറിലിരുന്ന് ഈ ഒരു വർക്ക് ചെയ്തെടുത്തത്. നല്ലൊരു പ്ലസൻറ്റ് മൊമെൻ്റാണ് അവിടെ ഇരിക്കുമ്പം. ഒരുപാട് ചെടികളും അതേപോലെ ഒരുപാട് എന്താ പറയുക ഡ്രോയിങ്സും കാര്യങ്ങളും. നിങ്ങളൊക്കെ അത് പോയി നോക്കുക. പത്തനംതിട്ടക്കാരൊക്കെ മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലേസസ് ആണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുക. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോഗ്രഫി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ഇതുപോലുള്ള ഫ്രെയിംസ് ആരും ചെയ്തിട്ടുണ്ട്. അത് വെഡിങ് ഫ്രെയിമാണ്. ഇത് നമ്മൾ ചെയ്തിട്ട് കുറച്ച് ഒരു 1 week കഴിഞ്ഞു, 1-2 week കഴിഞ്ഞു. ആൻഡ് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഗൈസ്. ഇത് നമ്മുടെ താങ്ക് യു കാർഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ താങ്ക് യു കാർഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ താങ്ക് യു കാർഡ് ഡീറ്റെയിൽഡായിട്ട് കാണണമെന്ന് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതേ ടൈപ്പ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഈ ലോങ് വീഡിയോ എടുത്ത് വലിയ ശീലമില്ല. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ മടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കണ്ടൻസോ കാര്യങ്ങളോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതേപോലെ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണം, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ പേജുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ പേജ് ഉള്ളത്. ഹിറ്റോസ് ബൈ സോജ എന്നാണ്.